കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ്. ഇപ്പോൾ ഒടുവിൽ ഐഷ പോറ്റി, സാധാരണ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മറ്റൊരു പോറ്റിയെക്കുറിച്ചാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ വീണ്ടും നമ്മുടെ ഐഷ പോറ്റിയിലേക്ക്. എന്ത് കൈവിട്ട കളിക്കും കോൺഗ്രസ് തയ്യാറാണോ? കോൺഗ്രസ് പിന്നെ കൈവിട്ട കളിക്ക് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എടുത്ത കരുനീക്കമാണ്. ആ കരുനീക്കം സഫലമായിരിക്കുന്നു എന്നുള്ളത് കൈവിട്ടതല്ല, സ്വീകരിച്ചതാണ്, കൈകളിലേക്ക് ആശ്ലേഷിച്ച് സ്വീകരിച്ചതാണ്. അങ്ങനെ തന്നെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ നടയിലിരുന്ന പ്രതിഷേധം നടക്കുന്ന സമയത്ത് അവിടേക്ക് കടന്നു വരുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ചെയ്ത പ്രവർത്തനമാണ്. അതിന് തൊട്ടു മുമ്പാണ് വി ഡി സതീശൻ പറയുന്നത് വിസ്മയങ്ങൾക്കായി കാത്തിരിക്കൂ എന്ന് പറഞ്ഞാൽ ഈ ഒഴുക്ക് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നൊരു സൂചനയും കൂടി അതിലുണ്ട്. അപ്പം നമ്മൾ ആ തരത്തിൽ കാണുന്ന ഐഷ പോറ്റി മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഏറ്റവും വലിയ ഒരു ഫയർ ബ്രാൻഡ് സ്പോക്സ്മാനായിട്ടുള്ള ആള് CPM വിട്ടിട്ട് നേരത്തെ അദ്ദേഹം ആരെ കൂടുതൽ എതിർത്തിരുന്നോ ആ എതിർത്തിരുന്ന പാർട്ടിയിലേക്ക് ഒരു ഉളുപ്പുമില്ലാതെ ചേക്കേറുന്നു. ഐഷ പോറ്റിയുടെ കാര്യത്തിൽ ആദ്യം ഇതിങ്ങനല്ല മാഷെ. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ നിന്ന് ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചുകൊണ്ട് ജയിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അട്ടിപ്പേറായിരുന്ന മണ്ഡലത്തിൽ നിന്ന് വന്നപ്പോൾ ആദ്യം അഭിമുഖം ചെയ്യാനൊരു അവസരം കിട്ടിയ ആളാണ് ഞാൻ ദൂരദർശന് വേണ്ടി. അപ്പോൾ എനിക്ക് അപ്പോഴേ മനസ്സിലായി, ചന്ദനക്കുറി ഇട്ടുകൊണ്ട് പുഞ്ചിരിയുമായിട്ട് വരുന്ന സ്ത്രീ, നമ്മുടെ ഭൗതിക സങ്കല്പങ്ങളുണ്ടല്ലോ CPM-നെ കുറിച്ചൊക്കെ ഉള്ളത്, ആ സങ്കല്പങ്ങൾ ഇണങ്ങാത്ത എത്ര നാൾ ഇവർ CPM-ൽ ഉണ്ടാവും. CPM-ൻ്റെ ഒരു നേതാക്കളെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്, സൗമ്യതയുള്ളവരുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയൊന്നും കാണാത്ത ഒരു വീട്ടമ്മയായിട്ടുള്ള ക്ഷേത്ര സന്ദർശനം നടത്തുന്ന ഭക്തയായിട്ടുള്ളൊരു സ്ത്രീ, അവർ ഈശ്വരൻ്റെ നാമത്തിലാണ് ആദ്യത്തെ സത്യപ്രതിജ്ഞ ചെയ്തതും അത് പ്രസ്താവ്യമാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്കറിയാവുന്നതുപോലെ CPM-ൻ്റെ ഈ ഭൗതികവാദ സിദ്ധാന്തങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു ഇക്കോ സിസ്റ്റത്തിൽ അധികകാലം തുടരുക എന്ന് പറയുന്ന അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. നമ്മൾ പിന്നെ ഒരു ബുദ്ധിജീവി അല്ലാത്തതുകൊണ്ട് ഈ സംശയങ്ങളൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. അവർ ഇൻ്റർവ്യൂവിൽ വളരെ മനോഹരമായിട്ടൊരു കോൺഗ്രസ്കാരിയെ പോലെ തന്നെയാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ അവർക്ക് 3 തവണ CPM, ഈ ഐഷ പോറ്റിക്ക് 3 തവണ അവർ ജയിച്ചു, 3 തവണ അവസരം നൽകി. ആ CPM-നെ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്തപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഐഷ പോറ്റി എന്താ പറഞ്ഞത്? ഇല്ല, ഞാൻ ഉമ്മൻചാണ്ടി എന്ന നല്ല മനുഷ്യന് വേണ്ടി പോയതാണ്, ഞാൻ അല്ലാതെ അല്ല എന്ന് പറയും. ഇപ്പോൾ ഇവർ പറയുന്നു ഇങ്ങനെ അവഗണിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഈ അവഗണന ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കുകയെങ്കിലും അന്ന് ചെയ്യുന്നത് CPM-നോട് നീതി ചെയ്യേണ്ട, കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു നീതിയാവുവാൻ പെട്ടെന്ന് നാടകീയമായിട്ട് പ്രത്യക്ഷപ്പെട്ട് വരുമ്പോൾ ഐഷ പോറ്റിയെ പോലുള്ള CPM-കാർക്ക് ചേർന്നാണെന്ന് അതിനുത്തരം ഞാൻ പറയുന്നില്ല. പക്ഷേ ഐഷ പോറ്റിയെ പോലെ നമ്മളെല്ലാം ഒരു വീട്ടമ്മയെ പോലെ കരുതുന്ന അഭിജാതയായിട്ടുള്ളൊരു സ്ത്രീ, ആ അഭിജാതയായിട്ടുള്ളൊരു സ്ത്രീക്ക് ശോഭന ജോർജിനൊക്കെ പോകുക, അത് വേറൊരു ലെവലാണ്. ഞാനീ പറയുന്നത് ഈ തറവാടിത്ത ഘോഷണം നടക്കുകയല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മുടെ പ്രതീക്ഷകൾ അങ്ങനെയല്ല. മാഷെന്ത് പറയുന്നത്? അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ പോലും ഒരു ഘട്ടത്തിൽ നമ്മുടെ നീലലോഹിദാസൻ നാടാർ, അദ്ദേഹം ആ കാലഘട്ടത്തിൽ നിരന്തരമായി ഇദ്ദേഹം പാർട്ടികൾ മാറുന്ന ഒരു അതേക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല ഇത് ചെയ്യുന്നത്, എൻ്റെ നേതാവ് HN ബഹുഗുണ, അദ്ദേഹം പല സ്ഥലങ്ങളിലേക്ക് ഒരു സോഷ്യലിസ്റ്റ്, അവർക്ക് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ബഹുഗുണ ഏതൊക്കെ പാർട്ടികളിലേക്ക് സംവിധാനങ്ങളിലേക്ക് ചേക്കേറുമോ അവിടങ്ങളിലൊക്കെ ഞാനും അനുസരണയുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്, അല്ല ഞാനായിട്ട് ഇത് ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അതുപോലും നമ്മുടെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം മുൻകാലങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നഗ്നമായി ഇപ്പോൾ ഐഷ പോറ്റി മാറുന്നു, ഐഷ പോറ്റി മാറാനുള്ള കുറച്ച് കാരണങ്ങൾ നിരത്തുന്നു. എനിക്കത് പാർട്ടി കേഡർ സംവിധാനത്തിൽ കൂടി കടന്നു വന്ന ആൾക്കാർ പോലും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ സിറ്റ് അല്ലെങ്കിൽ പാർലമെൻ്ററി മോഹങ്ങൾ, മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ കളയാനുള്ള ഒരു മനസ്സില്ലായ്മ, ഇങ്ങനെ പലതും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് നമുക്കറിയാലോ ഡോക്ടർ സരിൻ്റെ കേസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ വളരെ കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സമാനം അക്കരെ പച്ച ആണത്, നിങ്ങൾക്ക് അവിടെ ചെന്നാൽ മനസ്സമാനം ലഭിക്കുമെന്നാണോ? അതാണ് ഇവരെന്താണ് ഇക്കരെ നിന്ന് കാണുന്നത് എന്നുള്ളത്. പിന്നെ വിസ്മയം തീർക്കുമെന്നാണ് നമ്മുടെ വി ഡി സതീശൻ പറയുന്നത്. വിസ്മയം തീർക്കേണ്ടത് എപ്പോഴും ജനമാണ്. ഇത് അല്ലാതെ ജനത്തിന് ഇതൊന്നും ഒരു വിസ്മയമല്ല. ജനത്തിന് ഇവരെ അറിയാം, ഇവര് അധികാരമോഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട്
ഈ കണ്ടം ആ കണ്ടം ചാടുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആയിഷ പോറ്റി. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഇവർ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അവർക്ക് വോട്ട് കുത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ ഫോഴ്സ്ഡാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ആയിഷ പോറ്റി കഴിഞ്ഞ വർഷവും അവർ ജയിച്ചിരുന്നത് നല്ല ഭൂരിപക്ഷത്തിനാണ്. 42,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവർ ജയിച്ചിരുന്നത്. അപ്പോൾ ഇക്കുറിയും അവർ ജയിച്ചേക്കാം. ജയിക്കുന്നത് ഈ സാഹചര്യങ്ങളാണ്. ഞാനും സാറും ഉൾപ്പെടുന്ന ആൾക്കാർ ഇലക്ഷന് പോകണം, പങ്കെടുക്കണം, എൻ്റെ അധികാരം ഉപയോഗിക്കണം. അപ്പോൾ അതിന്മേൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ടിടാൻ നമ്മൾ പ്രേരിതരാണ് വാസ്തവത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആൾ ജയിച്ചു പോകുന്നത്. അല്ലാതെ കാലം മാറിയതുകൊണ്ട് ഇപ്പോൾ നെയ്യാറ്റിൻകര നമുക്കറിയാം, പഴയ കാലത്ത് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ ആർ സെൽവരാജ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ CPM വിട്ടിട്ട് കോൺഗ്രസിലേക്ക് വന്നു. അന്ന് CPMൻ്റെ അകത്തുള്ള കുറേ കളികൾ അദ്ദേഹം വിളിച്ചു പറയുന്നു. ഒരു ആരോപണക്കൂത്തെ തുടർന്നാണ് അദ്ദേഹം മാറുന്നത്. തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഇലക്ഷന് കോൺഗ്രസ് ചിഹ്നത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമായിരിക്കാം. അതായത് കേരളത്തിൽ ഇത് പണ്ട് മുതൽക്ക് തന്നെ തുടർക്കഥയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് തന്നെ എത്ര തവണ മാറുന്നു, എത്ര തവണ. പക്ഷേ അതിനൊക്കെ ഒരു ഇപ്പോൾ എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഇത് വളരെ വലിയ തോതിൽ ഇതൊരു രോഗമായി പടർന്നു പിടിക്കുന്നുണ്ടോ, ഇതിനകത്തൊരു ധാർമ്മികതയില്ലേ? ഇവിടെ പ്രത്യേകിച്ചും മാഷ് പറഞ്ഞത് ശരി തന്നെ. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയുമ്പോൾ CPMൽ നിന്ന് ഇങ്ങനൊരു പ്രതിഭാസം എന്ന് പറയുന്നത് അപൂർവമാണ് സംഭവിക്കാറുള്ളത്. ശരിയാണ്. പത്മനാഭനുണ്ട്, നമ്മുടെ BJPയിലേക്ക് പോയ പത്മനാഭൻ. അപൂർവതയാണ്, അതൊരു വാർത്തയാണ്. ഇപ്പോൾ വാർത്തയല്ലാതായിരിക്കുന്നു. നമ്മളീ പറയുന്ന പോലെ ആളനെ പട്ടി കടിച്ച വാർത്തയല്ല, പട്ടിയെ ആള് കടിച്ച വാർത്തയാന്ന് പറയുന്നൊരു സംഭവമാണ് CPMൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതായത് ആയിഷ പോറ്റി 3 തവണ MLA ആയിരുന്ന ആൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതുപോലെ ഒഴുക്ക് വരും തീർച്ചയായിട്ടും. ആയിഷ പോറ്റി എന്ന് പറയുന്നത് ആദർശാത്മകമായിട്ടോ പ്രത്യയശാസ്ത്രപരമായിട്ടോ ഉള്ളൊരു കൂറുമാറ്റമല്ല. ശരിക്കും ഇതിനി അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നത് UDF ആണ് എന്നുള്ളൊരു ബോധോദയത്തിൽ നിന്ന് ധാർമ്മികതയില്ല, പ്രത്യയശാസ്ത്രമില്ല. ജോസ് കെ മാണി മാറുന്ന പോലൊരു മാറ്റമാണ് വരുത്തിയത്. അപ്പോൾ ഇതിനെക്കൊണ്ട് നമ്മളിപ്പോൾ പറയുകയാണ് എന്നെ പാർട്ടി അവഗണിച്ചു. ഇനി എന്താ പാർട്ടി ചെയ്യാനുള്ള? 3 തവണ MLA ആക്കിയില്ലേ, അതിൻ്റെ പെൻഷൻ കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയം ചോദിക്കുകയല്ല, അതൊക്കെ കിട്ടുന്ന ഒരാളിങ്ങനെ പെടുന്നതിനെ വന്ന് എതിർ ക്യാമ്പിൽ വന്നിട്ട് CPMൻ്റെ കുറ്റം പറയുന്നതിൽ നിന്നെങ്കിലും ഒഴിവാകാമായിരുന്നില്ലേ? അല്ല, ഇന്നലെ വളരെ നിസ്സാരമായ പരാതികളൊക്കെ പറഞ്ഞു കാണുന്നു. ഒരു പാർട്ടി സംവിധാനത്തിൽ ഒപ്പം സഞ്ചരിച്ച വനിതയാണ്. അത് പറയുന്നു നിരന്തരമായി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടി വരുന്നു, എനിക്ക് അവിടെ എത്താനുള്ള സമയം കിട്ടുന്നില്ല, ഇവിടെ എത്താനുള്ള സമയം കിട്ടുന്നില്ല, കുടുംബം നോക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇതൊക്കെ തൊഴിൽന്യായങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യനെ വിഡ്ഢികളാക്കുക എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് കടന്നു പോകണം. പക്ഷേ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം. അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു പോയിന്റ്, ഞാൻ വളരെ വിജയകരമായിട്ട് വക്കീൽ പണി നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് നല്ല വരുമാനമുണ്ട്. അത് കളഞ്ഞിട്ട് ഞാൻ പാർട്ടിയിലേക്ക് വന്നപ്പോൾ ആ പരിഗണന കിട്ടിയില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ സീറ്റ് 3 തവണ കൊടുത്തതൊക്കെ അത് അവർ കണക്കാക്കുന്നില്ല. കാരണം അതിലും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മേഴ്സിക്കുട്ടി അമ്മയും പറഞ്ഞ് അധികാരമോഹത്തിൻ്റെ പേരിൽ പാർട്ടി വിട്ട ആദർശമില്ലാത്ത ഒരാളാണെന്ന് മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞത്. അപ്പം ഇവരുടെ ഈ നീക്കം തീർച്ചയായിട്ടും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞതിനെ കുറച്ചൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞതിനെ ന്യായീകരിക്കുന്നൊന്നും മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ പാർട്ടികൾ മാറുന്നത്, CPM തീർച്ചയായിട്ടും ഞാൻ അനുകൂലിച്ച് പറയുകയല്ല. ഇങ്ങനെ മാറുന്നതിന് നമ്മൾ കാലുമാറ്റ നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കൂറുമാറ്റ നിയമവും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനപ്പുറം ഇങ്ങനെ പെട്ടെന്ന് പാർട്ടി മാറുന്നത് അതിനെ ജനങ്ങൾ സ്വീകരിക്കുക, അവർ വീണ്ടും ജയിക്കുകയും ചെയ്യും. ഒരു പരിഹാരവുമില്ലാതെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ജീർണത, അല്ലേ? രാഷ്ട്രീയത്തിൻ്റെ ജീർണതയായിട്ട് തന്നെ നമ്മളതിനെ മനസ്സിലാക്കുക. കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ എന്താണ് നമ്മുടെ ഒരു VS പിണറായി ഒരു പ്രഖ്യാപിത നമ്മൾ ലെവൽ വിസിബിൾ അല്ലെങ്കിൽ കൂടിയും പ്രത്യയശാസ്ത്രപരമായ ഒരു ഏറ്റുമുട്ടൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആൾക്കാർ പറഞ്ഞു VS ഇതാ വരുന്നു, VS ഇപ്പൊ പാർട്ടി വിട്ടുപോകും. പക്ഷെ അദ്ദേഹം വിട്ടില്ല. പാർട്ടിക്കകത്ത് നിന്നാലേ, അതിനകത്ത് നിന്ന് അഭിപ്രായം പറഞ്ഞാലേ അതിനകത്ത് വിലയുള്ളൂ. അപ്പൊ ഇങ്ങനെ നിന്നൊരു സാഹചര്യമുണ്ട്. ഈ സാക്ഷാൽ K കരുണാകരൻ വിട്ടുപോകുന്നതിന് മുമ്പും ആ വിട്ടുപോകൽ പോലും അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടാക്കി പിന്നീട്. കാരണം ആ പ്രസ്ഥാനത്ത് നിൽക്കുക, അത് താൻ ജീവനെ പോലെ കരുതുന്ന ഒരു പ്രസ്ഥാനം വിട്ടുപോകാൻ. അപ്പോൾ അതൊക്കെ വാസ്തവത്തിൽ ഇങ്ങനെ എത്രയോ നേതാക്കൾ നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയും. ഇപ്പോൾ തന്നെ ഇടുക്കിയിൽ നിന്നുള്ള രാജേന്ദ്രൻ, ും തുപ്പും ഒക്കെ ഏറ്റിട്ടും ചില ആൾക്കാർ വിട്ടുപോകാതെ നിൽക്കുന്നത് ആ പ്രസ്ഥാനത്തോട് അല്ല പറയുകയാണ്. എങ്കിലും ഇതിന് നല്ലൊരു ഉദാഹരണം വേറെ G സുധാകരൻ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടും അതെ ഇപ്പോഴും അവരെ 1000 വട്ടം ആലോചിക്കുകയാണ് മാറണമോ. ഇത് അങ്ങനെയല്ല.
പൊടുന്നനവേ ചെറിയൊരു ഈർഷ്യ വരുമ്പോൾ, ചെറിയൊരു പിണക്കം അതിൻ്റെ സൂചന കാണുമ്പോൾ തന്നെ മറുകണ്ഠം ചാടുക. ഇത് പിന്നെ വാർത്തയിലേതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാഷ് പറഞ്ഞതുപോലെ. പക്ഷേ കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ ബുദ്ധിയെ കൂടി വീണ്ടും വീണ്ടും നമ്മുടെ ഇത്തരത്തിലുള്ള നേതാക്കൾ, പ്രത്യേകിച്ചും നിയമസഭയിൽ അംഗമായിരുന്നു കൊണ്ട് ദീർഘനാൾ സേവനം ചെയ്ത ആൾക്കാർ അത് ചെയ്യുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ മനസ്സ് എങ്ങനെയാണ് അതിനെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മൂല്യശോഷണം വീണ്ടും വീണ്ടും, ഡിവാല്യുവേഷൻ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനിലെ റിയാൽ പോലെ അല്ലേ, അതാണ് സംഭവം. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ഹിന്ദി ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.